അപ്പോൾ ഗൈസ് മാർച്ച് 17-ാം തീയതി ആയിരുന്നു കേട്ടോ എനിക്ക് മാത്സ് എക്സാം ഉണ്ട്. ഞാൻ ഓൾറെഡി മാത്സ് എക്സാമിൻ്റെ റിവ്യൂ ഒരു ലോങ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ റിലേറ്റഡ് ആയിട്ട് കൊടുക്കാമെന്ന് കണ്ടോക്കി. അപ്പോൾ മോർണിംഗ് ആയപ്പോൾ തന്നെ മാത്സ് ഏകദേശം ഞാൻ റിവിഷൻ ചെയ്ത് സെറ്റ് ആക്കിയിട്ട് എന്നാലും ടെൻഷൻ ഉണ്ട്. റിവിഷൻ്റെ ബുക്ക് മോഡൽ എക്സാമിന് മുമ്പ് കിട്ടിയതാണ്. പക്ഷേ എല്ലാ വട്ടം ഞാൻ ഈ ബുക്ക് എടുക്കാൻ വേണ്ടി മറക്കൂട്ടാ. പക്ഷേ ഇന്ന് ഞാൻ ഓർത്തെടുത്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മാത്സ് നോട്ട്സ് 7 ഉണ്ട് ഗൈസ്. ആ മാത്സ് 7 നോട്ട്സ് എനിക്ക് എടുക്കാൻ വേണ്ടി പറ്റിയില്ല. ഇതാകുമ്പോൾ എല്ലാ ഇക്വേഷൻസും കവർ ചെയ്യാതെ വിചാരിച്ചിട്ടാണ് ഈ ബുക്ക് എടുത്തത്. പിന്നെ മാത്സ് പേപ്പറിനെ പറ്റി പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. എന്തായാലും ഞാൻ ലോങ് വീഡിയോ ആയിട്ട് പോസ്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. എനിക്ക് വളരെയധികം മൂഡ് ഓഫ് ആയി. അതിൻ്റെ സങ്കടത്തിൽ ഉച്ചയ്ക്ക് ഒന്ന് കടന്നുറങ്ങി എണീച്ച് വന്നപ്പോഴാണ് ഗൈസ് ഒരു സർപ്രൈസ് ഉണ്ടായിരുന്നത്. അതെൻ്റെ മൂഡ് ഓഫ് ഒക്കെ മാറ്റി ഗൈസ്. അത് കിട്ടിയതോടെ എൻ്റെ എല്ലാ മൂഡ് ഓഫും മാറിയിട്ടുണ്ട്. അതൊക്കെ എണീറ്റ് വന്ന് ചായ കുടിച്ചൊന്ന് അടിച്ചു വരാണ് തുടങ്ങിയപ്പോഴായിരുന്നു ഗൈസ് ചേട്ടൻ്റെ ചേച്ചിയുടെ വെല്ലുമടൊക്കെ വക ഒരു സർപ്രൈസ്. അതുവരെ യാതൊരുവിധ ക്ലൂവും തരാതെ എൻ്റെ കൂടെ ഇന്ന് ഇത്രയും നേരം സംസാരിച്ചിട്ട് അവസാനം ഞാൻ ഉള്ളിലേക്ക് പോയപ്പോഴാണ് ഈ സാധനം എടുത്തിട്ട് വന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ആ കൂടെ ഞെട്ടി. എന്താണ് ഈ ബാഗ്, എന്താണെന്ന് ഒന്നും മനസ്സിലാകാത്തൊരു ഇതായിരുന്നു. ഞാൻ എന്താ ചെയ്യേണ്ടത് ഏതാ ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവണ്ട. പിന്നീട് കാര്യങ്ങളൊക്കെ കത്തി സാധനം എനിക്കുള്ളത് തന്നെയാണെന്ന് മനസ്സിലായി. അവസാനം കയ്യിൽ കിട്ടിയപ്പോൾ അതും പിടിച്ചങ്ങനെ നിൽക്കുക, തുറക്കണമില്ല ഒന്നുമില്ല. അവസാനം എല്ലാവരും നിർബന്ധിച്ചപ്പോൾ ഞാൻ തുറക്കാനും തുടങ്ങി. ഞാൻ സത്യം പറഞ്ഞാൽ ഈ ബാഗ് മാത്രമേ ഉള്ളൂ എന്നാണ് വിചാരിച്ചത്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു കനം ഉണ്ടായിരുന്നു. ഞാൻ വെച്ചാൽ ഡ്രസ്സോ മറ്റോ ആയിരിക്കും എന്ന്. പക്ഷെ തുറന്നപ്പോഴാണ് ഗൈസ് അതൊരു ലാപ്ടോപ്പ് ആയിരുന്നു. ഞാൻ ആകെ ഞെട്ടി തിരിച്ചു പോയി. എന്തായാലും അന്നത്തെ മാത്സ് പേപ്പറിനെ കുറിച്ചുള്ള ടെൻഷൻ മാറ്റാൻ വേണ്ടി പറ്റിയിട്ടോ. കുറച്ചൊക്കെ ഇമോഷണലായി. പക്ഷെ എന്തുകൊണ്ട് കരഞ്ഞില്ല എന്ന് ഓർത്തിട്ട് ഇപ്പോഴും ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കും. എന്തായാലും താങ്ക് യു സോ മച്ച് ചേട്ടാ ചേച്ചി. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ. ബൈ.